നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എംബപ്പയുടെ പോക്കൊന്നും ലീഗ് വണ്ണിൽ PSG കുതിപ്പിന് വിഘാതമാവില്ല. പുതിയ സീസണിലെ ലീഗ് വണ്ണിലെ ആദ്യ മത്സരം അവർ തകർപ്പൻ ജയത്തോടുകൂടി തുടങ്ങിയിരിക്കുകയാണ്. ലെ ഹവഴക്കെതിരെ 3-4 ഗോളുകളുടെ വിജയം അവർ നേടി. പക്ഷേ അവർക്ക് തിരിച്ചടിയായത് അവരുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ഗോൺസാലോ റാമോസിന് പരിക്ക് പറ്റി. അദ്ദേഹത്തിന് ആംഗിളിനാണ് പരിക്ക്. അദ്ദേഹം കളിക്ക് ശേഷം ക്രച്ചസിൽ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അത് ഒരു വറിയിങ് സൈൻ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലൂയിസ് എൻറിക്കെ കളിക്ക് ശേഷം പറഞ്ഞു, ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷേ ആ ഇഞ്ചുറി കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഒരു സീരിയസ് ഇഞ്ചുറിയാണ് എന്ന് തന്നെയാണ്. അതുപോലെ ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നീണ്ട കാലത്തേക്ക്, ഒരു പക്ഷെ 1.5 മാസക്കാലത്തേക്ക് 4 മുതൽ 6 ആഴ്ചക്കാലം വരെയൊക്കെ അദ്ദേഹം പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് കൂടി വരുന്നത്. അതൊരിക്കലും പോസിറ്റീവ് അല്ല PSG സംബന്ധിച്ചിടത്തോളവും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളവും. അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിംഗ് എത്തി പോർച്ചുഗലിനും ഗോൺസാലോ റാമോസിനും മിസ്സാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്ന. ബാക്കി കാര്യങ്ങൾ കൂടുതൽ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. PSG മെഡിക്കൽ റിപ്പോർട്ടിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും 4-1 വിജയം PSG നേടുമ്പോൾ 3-ാമത്തെ മിനിറ്റിൽ ലീയിലൂടെ അവർ ഗോളടി തുടങ്ങി വെച്ചു. എന്നാൽ ആദ്യ പകുതിക്ക് ശേഷം 2-ാം പകുതിയുടെ തുടക്കത്തിൽ ലോറിസിലൂടെ ലെ ഹവഴെ ആ ഗോൾ മടക്കിയടിച്ചു. 80 മിനിറ്റ് കഴിയുമ്പോഴും മത്സരം 1-1 സമനില. PSG വിജയിക്കാൻ കഴിയില്ലേ എന്ന് തോന്നിയ ഘട്ടങ്ങളിൽ ഒന്നിൽ 84-ാമത്തെ മിനിറ്റിൽ ഉസ്മാൻ ഡെംബലയുടെ ഗോൾ പിറക്കുന്നു. 2 മിനിറ്റുകൾക്ക് ശേഷം ബർക്കോളയുടെ ഗോൾ കൂടി പിറന്നപ്പോൾ 3-1 കംഫർട്ടബിൾ ലീഡിലേക്ക് PSG അവസാന ഘട്ടത്തിൽ പോയി. ഒടുവിൽ ലഭിച്ച പെനാൽറ്റി 2 കൊലോ മുവാനി ഗോളാക്കിയതോടെ 4-1 തകർപ്പൻ വിജയം തന്നെ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ റാമോസിന്റെ പരിക്ക് അവർക്കൊരു തിരിച്ചടി തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.